ദമ്പതികൾ തമ്മിലുള്ള വാക്പോരിനും പോർവിളിക്കും പല കുടുംബ കോടതികളും സാക്ഷിയാകാറുണ്ട്. എന്നാൽ മലപ്പുറം കുടുംബ കോടതിയിൽ ഈ പകൽ അരങ്ങേറിയത് അതിദാരുണമായ സംഭവമാണ്. കോടതി പരിസരത്ത് വെച്ച് ഭാര്യാമാതാവിനെ യുവാവ് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ഭാര്യയെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താനും ശ്രമിച്ചു. അരീക്കോട് സ്വദേശിനി ശാന്തയെ ഗുരുതര പരിക്കുകളോടെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ശാന്തയുടെ മകൾ ദിൽഷയുടെ ഭർത്താവ് വണ്ടൂർ സ്വദേശി ബൈജുമോനെ മലപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവാഹമോചന കേസിൽ കോടതി ഇരുവരെയും കൌൺസിലിംഗിന് അയച്ച് കേസ് അടുത്ത മാസത്തേക്ക് മാറ്റിയതിന് പിന്നാലെയായിരുന്നു നാടിന് നടുക്കിയ സംഭവം. ബൈജുമോനിൽ നിന്നും ബന്ധം വേർപെടുത്തണമെന്നാവശ്യപ്പെട്ട് ദിൽഷ 2023 മലപ്പുറം കുടുംബ കോടതിയെ സമീപിച്ചിരുന്നു. ഇരുവരെയും കൌൺസിലിംഗിനയച്ച കോടതി കേസ് അടുത്ത മാസത്തേക്ക് മാറ്റിയിരുന്നു. കോടതി മുറിയിൽ നിന്നും പുറത്തിറങ്ങിയ ബൈജുമോൻ ഓട്ടോറിക്ഷ കൊണ്ട് ദിൽഷയെ ഇടിച്ചു വീഴ്ത്തി. ഇവരെ സഹായിക്കാൻ വന്ന ശാന്തയെ ഓട്ടോറിക്ഷയിൽ നിന്നും വടിവാളെടുത്ത് വെട്ടുകയായിരുന്നു. ശാന്തയുടെ പുറത്തും തുടയിലും വെട്ടേറ്റു. പുറത്തേറ്റ പരിക്ക് ഗുരുതരമാണ്. ബൈജുമോനെ കോടതി പരിസരത്തുണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവർമാരും അഭിഭാഷകരും ചേർന്ന് തടഞ്ഞുവെച്ചു. തുടർന്ന് മലപ്പുറം പോലീസ് എത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. മലപ്പുറം ജില്ലാ ആശുപത്രിയിലെത്തിച്ച ശാന്തയെ പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഞാനാണ് ഇന്ന് ഈ സംഭവം ഉണ്ടായ വിക്ടിമിനെ, അതായത് പരിക്ക് പറ്റിയിട്ടുള്ള അമ്മയും മരുമകളെയും ഹോസ്പിറ്റലിലേക്ക് എൻ്റെ കാറിലാണ് എത്തിച്ചത്. ഇന്ന് ആ കേസ് മലപ്പുറം കുടുംബ കോടതിയിൽ ഉണ്ടായിരുന്നു. ആ കേസ് കഴിഞ്ഞ് ഇവർ പുറത്തേക്ക് ഇറങ്ങി അമ്മയും ആ മോളുമാണ് കേസിന് വേണ്ടി വന്നിട്ടുള്ളത്. ഭർത്താവായിട്ടുള്ള ആളും പ്രസന്റ് ആയിരുന്നു. അതിനുശേഷം അമ്മയും മകളും കൂടി പുറത്തേക്ക് നടന്നു പോണ സമയത്ത് അദ്ദേഹം ഒരു ഓട്ടോറിക്ഷയിൽ വന്നിരുന്നത്. ആ ഓട്ടോറിക്ഷ ഉപയോഗിച്ചിട്ട് ഈ മോളെ കുത്തി പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചു. മോള് വീണു. അമ്മ പിടിക്കാൻ ചെന്ന സമയത്ത് അദ്ദേഹം വടിവാളൊക്കെ കീപ്പ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അദ്ദേഹം അടുത്ത് വെട്ടി, അമ്മയെ നന്നായി വെട്ടി. അമ്മയ്ക്ക് നല്ല ഇൻസൈസർ വൂണ്ടുണ്ട്, നല്ല വൂണ്ടുണ്ട്, ബ്ലഡ് നന്നായി യൂസ് ചെയ്യുന്നുണ്ട്. പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ കോട്ടപ്പടി ജില്ലാ ആശുപത്രി ചെയ്തിട്ട് ഇപ്പോൾ അവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പുറത്ത് ഷോൾഡറിന്റെ സൈഡിലാണ് വിട്ടിട്ടുള്ളത്. മാത്രമല്ല തുടയ്ക്കും വിട്ടിട്ടുണ്ട്. ബൈജുമോന് തന്നെ സംശയമാണെന്നും ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുകയാണെന്നും ആരോപിച്ചാണ് ദിൽഷ വിവാഹമോചനം ആവശ്യപ്പെട്ടത്. 2016 വിവാഹിതരായവർക്ക് 2 ആൺകുട്ടികളുണ്ട്. ബൈജുമോനെതിരെ വധശ്രമത്തിന് കേസെടുത്തു. ന്യൂസ് 18 മലപ്പുറം.